ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു വിവോ Y91i എന്നൊരു മോഡലാണ്. ഇതിൽ ഡിസ്പ്ലേ മാറ്റാനായിട്ടാണ് വന്നിട്ടുള്ളത്. ടച്ചും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വർക്കാവുന്നില്ല. സോ ഇതിപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിലൊരു ലൈൻ ഉള്ളത് കാരണമാണ് നമ്മൾ ഒന്നിച്ച് മാറ്റുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് ടച്ച് ഗ്ലാസ് മാത്രമായിട്ട് മാറ്റായിരുന്നു. ഏകദേശം ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള ഒരു ഫോണാണ്, വലിയ പഴക്കമൊന്നുമില്ലാത്ത ഒരു ഫോണാണ്. സോ നമുക്കിതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യാം. ബാക്ക് ഏകദേശം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ 2 സ്റ്റിക്കർ കാണാം. അത് ഡിസ്പ്ലേ ഇതുവരെയായിട്ട് ഓപ്പൺ ആയിട്ടില്ല എന്ന് അതിൻ്റെ ഒരു സിമ്പിളാണ്. സോ നമുക്കതിൻ്റെ 3 സ്ക്രൂ കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് ബാറ്ററി റിമൂവ് ചെയ്യാം. ഏകദേശം 2-3 ആഴ്ചയായിട്ടാണ് കസ്റ്റമർ ഇങ്ങനെ ഗ്ലാസ് പൊട്ടിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു. അതിൻ്റെ ലൈന് വന്നതിന് ശേഷമാണ് ഇതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായത്. സോ നമ്മളതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡിസ്പ്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ ഡിസ്പ്ലേ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. വിവോ Y91 എന്ന മോഡലായതുകൊണ്ട് ഏത് ഡിസ്പ്ലേ ഇട്ടാലും ഏകദേശം നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കും. സോ നമുക്ക് അതിൻ്റെ ഫ്രെയിം ഇനി ക്ലീൻ ചെയ്യാം. ഇതിന് മുന്നേ ചെറുതായിട്ട് ക്ലീൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 2-3 വട്ടം മാത്രം ടൂസർ കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തത്. എന്തായാലും ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ കോർണറും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റ് പൊസിഷനിലും കറക്റ്റ് ഫിറ്റിങ് കിട്ടുള്ളൂ. സോ നമുക്കതിൻ്റെ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം. RD എന്നൊരു കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് നമ്മളിതിലിടുന്നത്. അത്യാവശ്യം നല്ലൊരു കമ്പനി ഡിസ്പ്ലേ തന്നെയാണ്. ഇനി നമുക്കത് മൊത്തം ഓപ്പൺ ആയതിനു ശേഷം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. സോ എല്ലാം ക്ലിയറാണ്, ഡിസ്പ്ലേ എല്ലാം ക്ലിയറാണ്. ഇനി എല്ലാം ആയതിനു ശേഷം ഡിസ്പ്ലേയുടെ 4 കോർണറിലും ഗമ്മും കാര്യങ്ങളും ഇട്ടിട്ട് നമുക്കത് മൊത്തം ഫിക്സ് ചെയ്യാം. വിവോ ഇതിപ്പോൾ ഈ ഫോൺ ഇറങ്ങിയ മോഡൽ നല്ലൊരു കമ്പനി സാധനം തന്നെയായിരുന്നു. ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഡിസ്പ്ലേ ബ്രോക്കൺ ആയതുകൊണ്ട് അത് ഇതിൻ്റെ കോമ്പോ മാറ്റാൻ വേണ്ടി വന്നു. സോ നമ്മൾ ഗമ്മിടൽ കഴിഞ്ഞു, റബ്ബർ ബാൻഡ് ഇടൽ കഴിഞ്ഞു. ഇനി ബാറ്ററി കാര്യങ്ങൾ ഇട്ടിട്ട് എല്ലാം ഫിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്യാം. സോ നമുക്കിത് പാക്കിങ് കാണാം. ബാറ്ററി വരുമ്പോൾ ചെറുതായിട്ട് ബൾജായിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് മൊത്തം എല്ലാം ക്ലീൻ ചെയ്തിട്ട് ആണ് ഇതിൽ ഫിക്സ് ചെയ്തത്. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനത് മൊത്തം ഫോൺ ഓൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഫോൺ